അതേ നമ്മളിന്ന് വന്നിരിക്കുന്നത് മണർകാട് പള്ളിയിലാണ്. രാവിലെ നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട് മണർകാടിയിലെ പള്ളിയിലേക്ക് പോകുന്നു. ഇവിടുന്ന് നേരെ കൊല്ലത്തേക്ക് പോകാനാണ് പ്ലാന്. അതായത് കൊല്ലം, മൺട്രോത്തുരുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടങ്ങോട്ട് പോകാം. ഇവിടുത്തെ കുളം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഇവിടെ കെട്ടി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ പുരുഷന്മാരുടെ കുളം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണ, സോപ്പ് അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മണർകാട് പള്ളി എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാട്ടോ. ഇവിടെയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ അടക്കം ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഖബറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഖബറിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു എന്ന്. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് എന്തായാലും മൺട്രോത്തുരുത്തിലെത്തി. നമ്പറുള്ള വള്ളങ്ങളിലാണ് ഇവിടെ നമ്മളെ മൺട്രോത്തുരുത്ത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വന്ന് കയറാൻ പോകുന്നത് കല്ലടയാറിലേക്കാണ്. അതൊരു ചെറിയൊരു തുരുത്താട്ടോ. ഈ തുരുത്തിൽ 2 വീടുകളുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അത് നോക്കി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. അത് എന്ത് കായായിരുന്നു? അതെന്തായിരുന്നു? കണ്ടൽക്കാട്. അതാണ് എനിക്ക് തുഴയാന്ന് പറഞ്ഞ് എൻ്റെ അമ്മ മേടിച്ച് തുഴയെടുത്ത് തുഴഞ്ഞു തുടങ്ങി. മമ്മി തുഴഞ്ഞു തുടങ്ങി. മമ്മി അതെ, ബാക്കി എല്ലാവരും ഇരിപ്പ് തുടങ്ങി. മാങ്ങ പോലെ കിടക്കുന്ന ഈ വസ്തുവാണോ ഒതരങ്ങാന്ന് പറയുന്നത്? മാങ്ങയാണെന്ന് വിചാരിച്ച് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും അത് വിഷമാണ്, മരിച്ചു പോകും. ഓക്കെ, ഇവിടെ ഒരു മുങ്ങിക്കിടക്കുന്ന ഒരു വള്ളം കണ്ടോ? ഒരു ഹൗസ് ബോട്ടാണ് ചെറിയ, പക്ഷെ അവർ പൊക്കാനുള്ള സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതവിടെ കിടന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. ഈ ദ്വീപുകളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച, ഭൂരിഭാഗം ആളുകളുടെയും ജോലി എന്ന് പറയുന്നത് ഈ പശു, കന്നുകാലി വളർത്തൽ, പോത്ത് വളർത്തൽ അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ സിംഗിളായിട്ട് ഒരുപാട് വീടുകൾ ഇതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന നമുക്ക് കാണാം. അതെ, നമ്മളിവിടെ വരുമ്പോൾ ഒരാൾ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലയിടുക കേട്ടോ. വേണേ തരാം. ഇവിടെ നമ്മളൊരു ചെറിയ കനാലിലേക്ക് കയറി കേട്ടോ. ഫോട്ടോ എടുക്കണമെങ്കിൽ എല്ലാരും നിന്നാ ഫോട്ടോ എടുത്തേ. ഇത് നല്ല രസമല്ലേ ആ വീഡിയോ? ക്യാമറ ആണ്, ക്യാമറ കാര്യത്തിന് ഉപയോഗിക്കുന്നത്. വെള്ളം അതിനകത്ത് പമ്പ് ചെയ്ത് പുറത്തേക്കുള്ളതാണോ അതോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാം. റെഡി, 1 2 അങ്ങനെ ആടണ്ട. ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഇനി വള്ളത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കണം. ഒരാൾ നിലത്ത് ഇറങ്ങി ഓൾറെഡി. എന്നാന്നറിയാമോ, ഇത് ഇപ്പഴേ ഇരുന്നില്ലെങ്കിലുണ്ടല്ലോ
അവിടെ പിന്നെ ഞാൻ ഇവിടെ കിടന്നോളാം. പൊന്നെ കുനിയുണ്ടോടാ? പൊന്നോട്ട് കുനി. ഭയങ്കര ഇതാ. വള്ളത്തിന്റെ ആ മുള ഒന്ന് ഇട്ട് തരുവാണ് പിടിച്ച്. കണ്ടൽക്കാട് പൂത്ത് കിടക്കുന്ന കേട്ടോ ഈ കാണുന്നത്. അങ്ങോട്ട് കയറുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ചെറിയ ചെറിയ വഴികളായിട്ട് ചെറിയ തുരുത്ത് പോലെ തോന്നിക്കുന്ന കണ്ടൽക്കാട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. ഇത് പ്രകൃതിനെ ഒരുപാട് സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളാണെന്നാണ് പറയുന്നത്. വെള്ളക്കയറ്റത്തിൽ നിന്ന് പിന്നെ കോറൽസ് ഒക്കെ വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നൊരു വസ്തുവായി കണ്ടൽക്കാട് എന്ന് പറയുന്നത്. നമ്മളിനി കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി പോയി 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 അഷ്ടമുടി കായലിലേക്ക് പോകണം. ഒരു മസാല ഉണ്ടോ അതിന്? നല്ല സ്ഥലം നല്ല റൗണ്ട് അടിച്ചിട്ട് ഇതൊക്കെ ശരിക്കും പ്രകൃതി തന്നെ സംരക്ഷിച്ചു നട്ടത് തന്നെ ഒന്നുമല്ല, പ്രകൃതി തന്നെ ഉണ്ടാക്കി പ്രകൃതി ഏതാ ഈ കാണുന്ന വലിയ കായലാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ആ ചെറിയ ക്യാപ്പിൽ കൂടി ഇറങ്ങുവാണ്. ഇല്ല, ഞാൻ ആരുടെയും മുന്നിൽ സ്ഥലം ഇത് നമ്മള് ഇതിലൊന്നും പോകാതെ വീട്ടിൽ പോയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഈ കാണുന്നതിന്റെ പേര് എസ് വളവ് എന്നാണ്. ഒടുക്കത്തെ വ്യൂ കേട്ടോ. അവിടെ വരുമ്പോഴത്തേക്കും മൺട്രോത്തുരത്തിന്റെ അകത്ത് തന്നെയുള്ള എസ് വളവാണ്. മഴക്കാലം കല്ലടയാറ്റില്ലേ. ഈ ഒരു സ്ഥലത്ത് മാത്രം വന്നപ്പോഴത്തേക്കും ഒരു ഓല ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോച്ച കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇത്രയും വള്ളങ്ങൾ കണ്ടപ്പോഴത്തേക്കും വേറൊരു വള്ളത്തിൻ്റെ കോലം കണ്ടോ. ഇത് ഉപയോഗിക്കുന്ന വെള്ളമാണോ ഏട്ടാ?